കാസർഗോഡ് ജില്ലയിൽ ദേശീയപാതയിലെ ദുരന്ത നിവാരണ പഠനത്തിനായി കലക്ടർ നിയോഗിച്ച വിദഗ്ധ സമിതി 56 സ്ഥലങ്ങളിൽ അപകട സാധ്യതയുള്ളതായി കണ്ടെത്തി. പ്രശ്നം പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ദേശീയപാതയിലെ ദുരന്ത നിവാരണ പഠനത്തിനായി കളക്ടർ നിയോഗിച്ച വിദഗ്ധ സമിതി 41 കേന്ദ്രങ്ങളിലായി 56 സ്ഥലങ്ങളിൽ അപകട സാധ്യതയുള്ളതായി കണ്ടെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ കാലവർഷം ആരംഭിക്കുന്നതിന് മുൻപ് മണ്ണിടിച്ചിലും വെള്ളക്കെട്ടും തടയാൻ നടപടി സ്വീകരിക്കാൻ കളക്ടർ കെ ഇമ്പശേഖർ നിർദ്ദേശം നൽകി. ദേശീയപാതയിലെ ദുരന്ത നിവാരണത്തിന് പ്രഥമ പരിഗണന നൽകുമെന്ന് കളക്ടർ പറഞ്ഞു. ദുരന്ത നിവാരണ പ്രവൃത്തി ഉറപ്പുവരുത്താൻ നിരീക്ഷണത്തിന് തഹസിൽദാർമാരെ ചുമതലപ്പെടുത്തി. ജനപ്രതിനിധികളുടെ യോഗവും ചേർന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു. കുന്നിടിച്ചൽ ഭീഷണി, സമീപ പ്രദേശങ്ങളിൽ വെള്ളം കയറുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ, ഓവുചാൽ സംവിധാനത്തിലെ അപാകത, ഗതാഗത തടസ്സം, പ്രധാന പാതയിലെയും പാർശ്വപാതകളിലെയും വെള്ളക്കെട്ട് തുടങ്ങിയ പ്രശ്നങ്ങളാണ് യോഗത്തിൽ അവതരിപ്പിച്ചത്. കൂടുതൽ പ്രദേശങ്ങളിൽ പ്രശ്നങ്ങളുള്ളതായി ജനപ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. റവന്യൂ ഉദ്യോഗസ്ഥരെ കാലവർഷത്തിനു മുൻപേ ഇതിനായി നിയോഗിച്ചതായും കളക്ടർ അറിയിച്ചു. യോഗത്തിൽ കളക്ടർ കെ ഇമ്പശേഖർ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി കളക്ടർ റമീസ് രാജ, നഗരസഭാ അധ്യക്ഷരായ അബ്ബാസ് ബീഗം, കെ വി സുജാത, ടി വി ശാന്ത, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ UP താഹിറ തുടങ്ങിയവർ സംബന്ധിച്ചു. 24-ന് കളക്ടറുടെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും സെക്രട്ടറിമാരുടെയും യോഗം ചേരാനും യോഗത്തിൽ ധാരണയായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.